പൂരി തയ്യാറാക്കി എടുക്കുന്നൊരു വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് പൂരി തയ്യാറാക്കി എടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. പൂരി തയ്യാറാക്കാൻ വേണ്ടി ഗോതമ്പ് മാവും അതേപോലെ കുറച്ച് മൈദമാവും കൂടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ഗ്ലാസ് ഗോതമ്പ് മാവും അതേപോലെ 1 ഗ്ലാസ് മൈദമാവും കൂടെ എടുത്തിട്ടാണ് പൂരി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂരി തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള മാവ് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. എത്ര പുതിയ മാവാണെങ്കിലും നമ്മളൊന്ന് തരിച്ചെടുത്തിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പൂരി തയ്യാറാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാവും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. നമുക്ക് മൈദമാവ് മാത്രം വെച്ചിട്ടും പൂരി തയ്യാറാക്കിയെടുക്കാം. അതേപോലെ ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ടും പൂരി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ രണ്ടും കൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് കിട്ടാനും അതേപോലെ ഇതിലെന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് തരിച്ചെടുക്കുന്നത്. ഇനി തരിച്ചെടുത്ത മാവിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്താ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിൽ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നോർമൽ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം എന്നല്ല, പച്ചവെള്ളം തന്നെയാണ്. ഇത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും. വെള്ളം കൂടിയാൽ മൈദമാവും ഗോതമ്പ് മാവും ഒക്കെ എല്ലാം അപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കൽ കഴിഞ്ഞ് ഇനി ഇതൊരു 5 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് ചെറിയ ബോൾസുകളായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. വലുതായിട്ട് പരത്തിയിട്ട് മുറിക്കിനേക്കാളും നല്ലത് നമുക്ക് ചെറിയ ബോൾസുകളായിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. ഒരേ കനത്തിൽ തന്നെ നമ്മൾ പരത്തിയെടുക്കണം. എന്നാൽ നമുക്ക് നല്ലപോലെ പൂരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പത്തിരിയും ചപ്പാത്തിയും തയ്യാറാക്കി എടുക്കുന്നവർക്ക് ഇതൊരു പ്രയാസമായി തോന്നില്ല. അപ്പോൾ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് മാവും കുറച്ച് മൈദമാവും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പൊടിയൊന്നും ഇടാതെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി പൊടി ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് തട്ടിക്കളഞ്ഞാൽ മതി. ബോൾസുകൾ കൂടുതലായിട്ട് നമ്മൾ പരത്തി വെക്കേണ്ടിട്ട് ആവശ്യത്തിനുള്ളത് കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. നമ്മൾ ചപ്പാത്തിയോ പത്തിരിയോ എന്തുണ്ടാക്കുകയാണെങ്കിലും കുറേ ബോൾസുകൾ ആദ്യം ഉണ്ടാക്കി വെക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ കുറച്ച് ഉണ്ടാക്കുക, എന്നിട്ട് പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബോൾസുകളൊക്കെ ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ 2-3 ബോൾസുകൾ ഉണ്ടാക്കുക. പരത്തി കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ബോൾസുകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ഒക്കെ പരത്തിയെടുക്കാൻ പറ്റും. ഗോതമ്പ് മാവും മൈദമാവും കൂടി ചേർത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ച കാരണം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല പോലെ തന്നെ ഇത് പരത്തിയെടുക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ഈ പത്തിരി പലകളൊക്കെ കഴുകി എടുക്കുന്ന വരെ മാത്രമാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഒരു 5 മിനിറ്റിൽ കൂടുതലൊന്നും ഞാൻ വെച്ചിട്ടില്ല. എന്നിട്ട് ഞാനിതിട്ട് പരത്തുകയാണ് ചെയ്യുന്നത്. ഒരു 4-5 പരത്തുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാം.
ഞാൻ 2.5 ഗ്ലാസ് മാവാണ് എടുത്തിട്ടുള്ളത് പൂരി തയ്യാറാക്കുക. അപ്പോൾ ഈ മുഴുവനായിട്ടും ഞാൻ പരത്തിയെടുക്കൽ കഴിഞ്ഞു. പൂരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുണ്ടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് വെച്ചാൽ അതെടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ കൂടുതലായിട്ട് നിർത്തിയിട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാൻ നല്ലത്. എന്നാൽ കൂടുതൽ എണ്ണ ഇത് വലിച്ചെടുക്കില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നോൺ സ്റ്റിക്ക് പാത്രത്തെക്കാളും കുറവ് എണ്ണ മതി ഇതേപോലെ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ അറിയാത്തവർ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണം. പൂരി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചട്ടകം കൊണ്ട് ഒന്ന് താത്തി കൊടുത്താൽ മതി. അന്ന് പെട്ടെന്ന് ഇത് പൊന്തി വരും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഈ പൂരി മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുക്കൽ കഴിഞ്ഞു. അപ്പോൾ വളരെ കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതേ രീതിയിൽ പൂരി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.